കട്ടപ്പന നഗരസഭയിൽ ചെയർമാനായി യുഡിഎഫിന്റെ ജോയി വെട്ടിക്കുഴി തെരഞ്ഞെടുക്കപ്പെട്ടു. ജോയി വെട്ടിക്കുഴിക്ക് 20 വോട്ടുകൾ ലഭിച്ചപ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി VR സജി 13 വോട്ടുകൾ നേടി. എൻഡിഎയുടെ 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കൂടുതൽ വിവരങ്ങളുമായി KK ജയകുമാർ ചേരുന്നുണ്ട്. ജയകുമാർ, വീണ്ടും ജോയി വെട്ടിക്കുഴി നഗരസഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എൻഡിഎയുടെ 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നായി അറിയാൻ കഴിയുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കട്ടപ്പന നഗരസഭയുടെ അധ്യക്ഷനായിട്ട് ജോയി വെട്ടിക്കുഴി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പുള്ളി ജോയി വെട്ടിക്കുഴി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയും ചെയ്തു. കോൺഗ്രസിന് 20 സീറ്റും LDFന് 13 സീറ്റും BJPക്ക് 2 സീറ്റുമാണ് ഭരണസമിതിയിലുള്ളത്. 20 വോട്ട് നേടിയാണ് ജോയി വെട്ടിക്കുഴി ചെയർമാനായി സ്ഥാനമേറ്റിരിക്കുന്നത്. 13 സീറ്റാണ് LDFന്റെ സ്ഥാനാർത്ഥി VR സജിക്ക് ലഭിച്ചത്. മുഴുവൻ അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. അതിനകത്ത് NDAയിൽ 2 അംഗങ്ങളുണ്ട്. 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നതായിട്ട് അറിയാൻ കഴിയുന്നത്. മുഖ്യ ഭരണാധികാരിക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ജോയി വെട്ടിക്കുഴി അധികാരമേറ്റിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 2:30 വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുണ്ട്. ജയകുമാർ, ഇപ്പോഴത്തെ ഈ UDF തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയർമാൻ സീറ്റുമായി ബന്ധപ്പെട്ട് UDFിൽ ഒരു ധാരണയുണ്ടോ? ടേം വ്യവസ്ഥയിലാണോ UDFിലെ ചെയർമാൻ സ്ഥാനം? ടേം വ്യവസ്ഥയിൽ തന്നെയാണ് ചെയർമാനായിരിക്കുന്നത്. ജോയി വെട്ടിക്കുഴി ഇത് 2ാം തവണയാണ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ജോയി വെട്ടിക്കുഴിക്ക് ആദ്യം 3 വർഷവും 2ാം തവണ I ഗ്രൂപ്പിനുമാണ് ടേമായി തീരുമാനിച്ചിരിക്കുന്നത്. ശരി ജയകുമാർ, വിവരങ്ങൾ വ്യക്തമാകുന്നു. കട്ടപ്പന നഗരസഭയുടെ അധ്യക്ഷനായി UDFിലെ ജോയി വെട്ടിക്കുഴി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മുൻ കൗൺസിലറും മുൻ നഗരസഭയുടെ അധ്യക്ഷനും UDFിന്റെ ജില്ലാ ചെയർമാൻ കൂടിയാണ് ജോയി വെട്ടിക്കുഴി. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച LDFിലെ VR സജിക്ക് 13 വോട്ടുകളാണ് ലഭിച്ചത്. NDAയുടെ 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരിക്കുന്നു. ടേം വ്യവസ്ഥയിലാണ് ചെയർമാൻ സ്ഥാനം. ആദ്യ 3 വർഷം UDFിലെ ജോയി വെട്ടിക്കുഴി അധ്യക്ഷ സ്ഥാനം വഹിക്കും. അത് കഴിഞ്ഞുള്ള 2 വർഷത്തേന് I ഗ്രൂപ്പിനാകും ചെയർമാൻ സ്ഥാനം ലഭിക്കുക. 35 സീറ്റുകളുള്ള നഗരസഭയിൽ UDFന് 20, LDFന് 13, NDAക്ക് 2 എന്നിങ്ങനെയാണ് നഗരസഭയിലെ കക്ഷിനില. വിവരങ്ങൾ നൽകുകയായിരുന്നു KK ജയകുമാർ.